വെൽക്കം ടു ഇലക്ട്രിക്കൽ എഡ്യൂസോൺ. അപ്പോൾ അങ്ങനെ KSEBയിൽ കുറേ കാലത്തിന് ശേഷം മൾട്ടിപ്പിൾ പോസ്റ്റിലേക്ക് ബൾക്കായിട്ട് വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കുറേ കാലത്തിന് ശേഷം സബ് എഞ്ചിനീയറാണ് കഴിഞ്ഞ പ്രാവശ്യം ബൾക്കായിട്ട് ഒരു 200-ന് വേക്കൻസി റിപ്പോർട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ശനിയാഴ്ച മൾട്ടിപ്പിൾ പോസ്റ്റിലേക്ക് വീണ്ടും KSEB PSCക്ക് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും അധികം പറഞ്ഞിരിക്കുന്നത് 80% PSC കോട്ട വഴി 208 ഒഴിവുകൾ കാഷ്യർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് 4/1/2025. ഇത് ഇന്നാണ് നമ്മുടെ വെബ്സൈറ്റിൽ റിഫ്ലക്റ്റ് ആയിട്ട് വന്നേക്കുന്നത്. ഓക്കെ, ഇതെന്ന് വെച്ചാൽ ജൂനിയർ അസിസ്റ്റൻ്റ് അല്ലെങ്കിൽ കാഷ്യർ എന്ന് പറഞ്ഞിട്ട് നമ്മളെ കമ്പനി കോർപ്പറേഷൻ ബോർഡിലേക്കൊക്കെ മുന്നേ വിളിച്ച അസിസ്റ്റൻ്റ് നോട്ടിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് പ്രസിദ്ധീകരിച്ച റാങ്ക്സിലേക്കാണ് ഈ ഒരു വേക്കൻസിയൊക്കെ പോകുന്നുണ്ടാവുക. അത് KSFE ഉണ്ട്, അതേപോലെ ക്യാഷ് നെറ്റ് കോർപ്പറേഷൻ ഉണ്ട്, KSEB ഉണ്ട്, ഓക്കെ, KSRTC ഒക്കെ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, കേരള സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് എല്ലാം അതിലേക്ക് വന്നു. ഇനിയിപ്പോൾ അടുത്ത് നമ്മൾ ടെക്നിക്കലിലേക്ക് വരുവാണെങ്കിൽ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ 439/2022. അപ്പോൾ അതിൽ 214 വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് 40% PSC കോട്ട പ്രകാരമാണ് 214 വേക്കൻസി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് കഴിഞ്ഞ ശനിയാഴ്ചയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇന്നാണ് നമ്മുടെ വെബ്സൈറ്റിൽ റിഫ്ലക്റ്റ് അയക്കുന്നത്. അതേപോലെ ഇപ്പോൾ പറയുകയാണെങ്കിൽ സബ് എഞ്ചിനീയർ ആണെന്നുണ്ടെങ്കിൽ സബ് എഞ്ചിനീയർ 30% PSC കോട്ട വഴി 217 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ അൾട്ടിമേറ്റായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിലൊക്കെ പല രീതിയിലും പല NJDസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവും. അപ്പോൾ കുറച്ചും കൂടി ഒഴിവുകൾ അവിടെ വരുന്നുണ്ടാവും. അതുകൂടാതെ 2026 കുറച്ചും കൂടി 2025 ലാസ്റ്റ് 2026 സ്റ്റാർട്ടിങ്ങിലൊക്കെ കൂടുതൽ വേക്കൻസീസ് വീണ്ടും റിപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ജസ്റ്റ് ഒരു അപ്ഡേറ്റ് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും കുറേ പേര് സബ് എഞ്ചിനീയർ AE ആയിട്ട് മാറുന്നുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ട് സബ് എഞ്ചിനീയറിൽ വീണ്ടും അവിടെ ഒഴിവുകൾ വരുന്നുണ്ടാവും സ്വാഭാവികമായിട്ടും. അതുകൂടാണ്ട് ഓവർസിയേഴ്സ് അതേപോലെ ലൈൻമാനൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്ന കുറേ പേര് സബ് എഞ്ചിനീയർ ആയിട്ട് വരുന്നുണ്ടാവും. അപ്പോൾ ലൈൻമാനിൻ്റെ കേസിൽ അവിടെ വീണ്ടും വേക്കൻസി വരുന്നുണ്ടാവും. ഓക്കെ, അങ്ങനെ പല രീതിയിലും അതേപോലെ സബ്ബായിട്ട് വർക്ക് ചെയ്യുന്നവർ APയിലേക്ക് പോകുന്നുണ്ട്. അതേപോലെ അങ്ങനെ പല രീതിയിലും ഇലക്ട്രിക് ഇൻസ്പെക്ടർ വർക്ക് ചെയ്യുന്നവർ APയിലേക്ക് പോകുന്നുണ്ട്. അതേപോലെ ഓവർസിയർ ഗ്രേഡ് 1 ആയിട്ട് വർക്ക് ചെയ്യുന്നവർ APയിലേക്ക് പോകുന്നുണ്ട്. ഓക്കെ, അങ്ങനെ പല രീതിയിലും ഈ ഒരു ഈ ഒരു വർഷം 1 വർഷം 1.5 വർഷം സ്വാഭാവികമായിട്ട് പല രീതിയിലും കൂടുതൽ വേക്കൻസീസ് റേസ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ചെറിയ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ചെറിയ അപ്ഡേറ്റ് പറയാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ വീഡിയോ ചെയ്തേക്കുന്നത്. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.